എല്ലാവർക്കും നമസ്കാരം. നല്ല നമസ്കാരം. ഇതെൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാന്നറിയോ? സ്വഭാവ നടിയാണ്. ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം നേടിയ ചാലക്കുടിക്കാരി എന്ന് ചാലക്കുടിക്കാരെല്ലാവരും ഇപ്പോൾ അഭിസംബോധന ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നാൽ കൊടകരക്കാരിയാണ് നമ്മുടെ ചാലക്കുടിക്കാരിയായിട്ടുള്ള വനജേച്ചിയുടെ മകളാണ് ശ്രീഷ്മ. ഇന്ന് പലർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ 23-ാം വാർഡിലാണ് ആളുടെ അമ്മ വീട്. ഒപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന വലിയൊരു കലാകാരിയാണ്. അഭിനയത്തോടുള്ള ഒരു വലിയ ആവേശം കൊണ്ട് മോണോ ആക്റ്റുകളുടെയും അതുപോലെ തന്നെ നൃത്തങ്ങളിലൂടെയും ഒക്കെ തന്നെ വളർന്നു വന്ന് ഇന്ന് സിനിമയിൽ പൊൻപിള ഒരുമൈ എന്ന് പറയുന്ന ഒരു സിനിമയിൽ സുനിത എന്ന് പറയുന്ന വളരെ തന്മയത്വത്തോടുകൂടി നാച്ചുറലായിട്ട് അഭിനയം കാഴ്ചവെച്ച് സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള, നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ചാലക്കുടിക്കാരിയായിട്ടുള്ള ശ്രീഷ്മ ചന്ദ്രൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ അഭിനയത്തെ പറ്റിയുള്ള മുഹൂർത്തങ്ങളും ഈ അവാർഡിലേക്കുള്ള വഴികളും ഒക്കെ നമുക്ക് ശ്രീഷ്മയോട് ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം. ഞാൻ മഹാരാജ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ലീഡ് ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത് പഠിച്ച 3 വർഷത്തിൽ. അവിടെ നിന്ന് പൂമരത്തിൽ ചെയ്യുന്നത്. പൂമരത്തിൽ ചെയ്യുന്നത് കണ്ടിട്ടാണ് വിപിൻ ചേട്ടൻ വിളിക്കണത്. ഷൈൻ സർ ത്രൂ ആണ് വിപിൻ ചേട്ടൻ കണക്ട് ചെയ്യണത്. അപ്പോൾ പൂമരമാണ് പൊമ്പിളയൊരുമയുടെ സോഴ്സ്. നാടകം ചെയ്യുമായിരുന്നു. നാടകോത്സവത്തിൽ പോയിക്കൊണ്ടിരുന്ന ഡ്രാമയിലെ ലീഡ് ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ചെയർമാനായിരുന്നൊരു നാസിൽ നോണ്ടിരിക്ക പൂമരത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ നാസിൽക്ക ത്രൂ ഒരു ഓഡിഷന് പോയിട്ട് അങ്ങനെയാണ് പൂമരത്തിൽ ചെന്നപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞൊരു ഒരു കല തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു തലം, അത് സ്വപ്നമായിരുന്നോ? എങ്ങനെയായിരുന്നു അത് അതിലേക്ക് എത്തിപ്പെട്ടത്? അത് എനിക്കങ്ങനെ കട്ട് പറയാറില്ല. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഡാൻസാണ് ചെയ്യാറുള്ളത്. മെയിൻ ഇവൻറ്റ് ഡാൻസാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡാൻസിനും ഉണ്ടായിരുന്നു. ഭരതനാട്യം ആണെങ്കിലും കുച്ചിപ്പുടി, ഫോക്ക്, ഗ്രൂപ്പ്, തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഐറ്റംസിൽ വളരെ സജീവമായിട്ടും തിരക്ക് ആയിരുന്നു മൊത്തത്തിൽ സ്കൂൾ ടൈമിൽ. അപ്പോൾ ഇടക്കാലം വെച്ചിട്ട് എല്ലാം ഡെസ്റ്റിനിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ മോണാക്റ്റിന് പോകേണ്ട കുട്ടി സിക്കായിട്ട് വിഡ്രോ ചെയ്യും. അവിടേക്ക് എൻ്റെ സ്കൂളിലുള്ള ടീച്ചർ എന്നെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ മോണാക്റ്റിന് ചേരണം. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ജീവിതത്തിൽ വീട്ടിലത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതെനിക്ക് ധൈര്യമില്ല. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ലാണ്ട് ഞാനത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പൊളിച്ചൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇവൻറ്റ്സിന് പോകാറ്. പക്ഷെ എനിക്ക് എല്ലാ കൊല്ലം പ്രൈസ് വരാറുണ്ട്. അപ്പോൾ അതിലെ മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഡാൻസ് ഇവൻറ്റ്സിന് ഇപ്പോൾ ചിലപ്പം ഭരതനാട്യം ഇവിടെ ആയിരിക്കും, അത് കഴിഞ്ഞാൽ മോണാക്ട്, പിന്നെ ഫോക്ക് ആയിരിക്കും. അപ്പോൾ മോണാക്ട് നമ്മുടെ ഫേസ് മൊത്തം ക്ലീനപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മേക്കപ്പ് ഇട്ട് ഫോക്കിന് പോകണമെന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ട്രബിൾ ആണല്ലോ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡാൻസ് കലാരൂപം. അതെ. പക്ഷെ ഭരതനാട്യത്തിന്റെ സമയത്ത് ഭരതനാട്യം കഴിഞ്ഞ് ഫോക്കാണെങ്കിൽ നമുക്ക് 1-2 പൊട്ടിന്റെ ചെറിയ ചേഞ്ച്, ചെറിയ അവിടെ ഇവിടെയുള്ള കുത്തുകൾ, അങ്ങനെയൊക്കെ ചേഞ്ച് ഉള്ളൂ. പക്ഷെ മോണാക്ട് നടുവിൽ വരുമ്പോൾ ഞാൻ ഫുൾ ഫേസ് കഴുകിയിട്ട് വീണ്ടും ആദ്യമേ മേക്കപ്പ് ചെയ്ത് വേണം ഫോക്കിന് പോകാൻ. അപ്പോൾ അതൊരു ടെൻഷനായ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, മോണാക്ടിന് പോവണ്ട, നീ പ്രാക്ടീസും ചെയ്യില്ല, പോകണ്ട എന്നുള്ള പോലെ. പക്ഷേ ഞാൻ ഇടികൂടിയാണ് മോണാക്ടിന് പോകാറുള്ളത്. എല്ലാ കൊല്ലം എനിക്ക് പ്രൈസും വരാറുണ്ട്. എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഈ ഭരതനാട്യത്തിൽ നിന്ന് മോണാക്ടിലേക്കുള്ള സ്വാഭാവികമായിട്ടൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഫോം, ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അഭിനയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊക്കെ അനുഭവിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എങ്ങനെയാണ് ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക ശരിക്കും പറഞ്ഞു? ഇതിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അത് എന്തോ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരുന്ന സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഇഷ്ടത്തിന്റെ പിന്നിൽ പോയത്. പിന്നെ പിന്നീട് ഇത് ഞാൻ സോർട്ട് ചെയ്യാൻ തുടങ്ങിയത് മഹാരാജസിൽ തിയേറ്റർ ക്ലബ്ബിൽ ചെന്നപ്പോൾ കോഴിക്കോടുള്ള വിജേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആശാനാണ്. ഞങ്ങളെ നാടകം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കബനി എന്ന് പറയുന്ന ഫിലിം ആക്ട്രസ്സാണ്. കബനി ചേച്ചി വിജേഷയുടെ വൈഫാണ്. കബനി ചേച്ചി വിജേഷനൊക്കെ കൂടിയുള്ള കളരികളിൽ നിന്നാണ് ഡാൻസിലുള്ള അഭിനയവും മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജിൻ്റെ വ്യത്യാസം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള മറ്റുള്ള വ്യത്യാസങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും പഠിക്കണേ. പിന്നീട് അത് പൂമരത്തിൽ ചെല്ലുമ്പോൾ ഡാൻസിലുള്ള അഭിനയം എല്ലാ നാടകത്തിൽ നിന്ന് വിജേഷേട്ടൻ പറഞ്ഞു തന്നെങ്കിൽ നാടകത്തിൽ അഭിനയം വേണ്ട നിൽക്കുന്നു എബ്രിഡ് ഷൈൻ സാറാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഷൈൻ സാറാണ് സിനിമയിലെ അത്തരത്തിലുള്ളൊരു മെൻറ്റർ. എനിക്ക് തോന്നുന്നു ഷൈൻ സാറാണ് അത് പിക്ക് ചെയ്തെടുത്ത ആൾ. ഷൈൻ സാറിനോടും വലിയ ഗ്രാറ്റിറ്റ്യൂഡാണുള്ളത്. പൂമരം കണ്ടിട്ടാണ് വിപിൻ ചേട്ടൻ തന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. വിപിൻ ചേട്ടനാണ് ഇതിലെ ഈ റെക്കഗ്നീഷനിൽ ഒരു 80% ക്രെഡിറ്റ് ഉള്ളത് വിപിൻ ചേട്ടൻ തന്നെയാണ്. എൻ്റെ ഡയറക്ടറാണ് വിപിൻ ചേട്ടൻ. ഈ പൊൻപിള ഒരുമയിൽ കാണുന്ന ആ രൂപം, സുനിത എന്ന് പറയുന്ന ആ ക്യാരക്ടർ, ഇപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗുണ്ട്. അതായത് ഈ സംശയം തോന്നുന്ന എന്നുള്ള കാരണങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ക് വരുമ്പോഴാണ്, അതായത് നുണ പറയാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് വിക്ക് ശരിക്കും കൂടുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മോട്ടോർ സൈക്കിൾ കഴുകാത്ത ഒരാൾ മോട്ടോർ സൈക്കിൾ വർക്ക് ചെയ്യുന്നു. അതിലെ മറ്റൊരു കഥാപാത്രത്തിനോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ഇതൊക്കെയാണ് ഒരു സംശയത്തിനുള്ള കാരണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഒരു ക്യാരക്ടർ വർക്കൗട്ട് ചെയ്ത് പോകുന്ന ആ ഒരു അഭിനയം ഇതുണ്ടല്ലോ, അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാനായിട്ടുള്ളൊരു സ്ഥിതി? അത് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണോ, അതോ അതിനെപ്പറ്റി ഈ ക്യാരക്ടറിനെ പറ്റി
ശ്രീഷ്മയ്ക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു ശരിക്കും? എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇത് ഫുള്ളി സുനിത വിപിൻ ചേട്ടൻ്റെ കയ്യിലുള്ള കാര്യമാണ്. എൻ്റെ ഒരു വേ ഓഫ് ആക്ടിങ്ങിൻ്റെ രീതി, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ ക്യാരക്ടറിൻ്റെ പാസ്റ്റൊക്കെ പഠിക്കുന്ന ഈ തിയേറ്ററിൽ ചെയ്യുന്ന പോലത്തെ ചെറിയ ചെറിയ ന്യൂവാൻസസ് പരിപാടികൾ ചെയ്താലാണ് എനിക്കൊരു സന്തോഷവും. എനിക്ക് അങ്ങനെ ചെയ്യാൻ കൂടുതൽ കണക്റ്റ് ആവാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് സുനിത എങ്ങനെ പറയുന്നു എന്നൊക്കെ ഇരുന്ന് ആലോചിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. വിപിൻ ചേട്ടനോട് അത് ചോദിക്കുമ്പോൾ വിപിൻ ചേട്ടൻ പറയുന്നത് സുനിത ഇങ്ങനെ ചെയ്യുന്നു, കട്ട് ആൻഡ് റൈറ്റ്, നീ അത് ചെയ്യുക, നീ സുനിതയാണ് നീ അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വിപിൻ ചേട്ടന് കൃത്യമായിട്ട് എന്തൊക്കെ വർക്കാവും, എന്ത് വർക്കാവില്ല, എന്ത് ചെയ്യണം എന്നുള്ളതിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 85% ഇത് വിപിൻ ചേട്ടൻ്റെതാണ്. വിപിൻ ചേട്ടൻ ഭീകരമായിട്ട് ഈ ക്യാരക്ടർ ആളുടെ മനസ്സിലുള്ള സംഗതി ആയതുകൊണ്ട് അത് നേരെ ശ്രീഷ്മയ്ക്ക് പറഞ്ഞ് തരാം. ഇങ്ങനെ ഇതിന്റെ സ്റ്റോറി വന്നിട്ട് വിപിൻ ചേട്ടന്റെ സിസ്റ്ററുടെ ആണ്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ആക്ച്വലി. അതിൽ ഒരു ഇൻസിഡന്റ് ആണ് അതിൽ റിയൽ ലൈഫ് ആയിട്ടുള്ളത്. വിപിൻ ചേട്ടന്റെ സിസ്റ്റർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ചെറിയ സംശയമൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഹെൽപ്പൊക്കെ സീക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 ദിവസത്തേക്കാണ് ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ ചെയ്ത് വരുമ്പോൾ വിജയൻ എക്സൈറ്റഡ് ആയി നമ്മളിതൊരു 7 മാസം ഷൂട്ട് ചെയ്തു. 7 മാസം കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്ത് തീർത്തത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് സുനിത എങ്ങനെയാ ചോദിച്ചത്, കൂടുതലും അതിന്റെ ആൻസർ പറയാൻ പറ്റിയ ആള് വിപിൻ ചേട്ടനായിരിക്കും. ഞാനിതിൽ മോസ്റ്റ്ലി ഒരു ഡയറക്ടേഴ്സ് ആക്ടറായിരുന്നു. വിപിൻ ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഓക്കെ, റിവ്യൂസിൽ മുഴുവനും സുനിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചേച്ചൻ ഉയർത്തിക്കൊണ്ടുള്ളത്. ഇപ്പോൾ ജിതേഷ് ചെയ്ത ആ ക്യാരക്ടറും പ്രശ്നം എങ്ങനെയായിരുന്നു കോ ആക്ടേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇടപെടൽ എങ്ങനെയാണ്? ഭയങ്കര രസമായിരുന്നു. എന്താ പറയാ, ജിതേഷ് ചേട്ടന്റെ എന്താ പറയുക, നാച്ചുറലായിട്ട് നമുക്ക് റിയാക്ഷൻസ് വരും. ജിതേഷ് ചേട്ടൻ ചെയ്യുമ്പോൾ ചില സമയത്ത് എന്താ പറയുക, എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യണമല്ലോ ഞാൻ മറന്നിട്ട് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ വിപിൻ ചേട്ടൻ എടുത്ത് ചോദിക്കേണ്ട അതെന്താ നീ അങ്ങനെ നിൽക്കണേ, പറയും തിരിച്ച് ഉത്തരം പറയൂ എന്നുള്ള പോലെ. ജിതേഷ് ചേട്ടനാണെങ്കിലും ബാക്കിയുള്ള മൊത്തം ഞങ്ങൾ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ്റെ രീതിയിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. 2021 കോവിഡിൻ്റെ സമയത്തായിരുന്നു. ആകെ 7-10 ആൾക്കാരുള്ള ഒരു സെറ്റായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ തന്നെ ചിലപ്പോൾ ആർട്ട് ചെയ്യും, ചിലപ്പോൾ ബാക്കിയുള്ള AD പണി ചെയ്യും. എന്നുവെച്ചാൽ നിറയെ ADs വേണ്ട ഒരു സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവർ പ്രോംപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബാക്കിയുള്ള ആക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുന്നത് വിപിൻ ചേട്ടൻ തന്നെയായിരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു കളക്റ്റീവ് എഫേർട്ടാണ്. റെക്കഗ്നിഷൻ എനിക്ക് കിട്ടിയെന്നുള്ളത് ടച്ചുപെട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുന്നു. ഇതെൻ്റെ ഒരു മൊത്തമുള്ള ടീമിന് അവരുടെ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ദിവസവും. എല്ലാവരും എനിക്ക് തോന്നുന്നു തിരക്കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനൊരു കെട്ടുറപ്പ്, അത് തിരക്കഥ ചെയ്തവരാണ് അതിൻ്റെ വിപിൻ ചേട്ടൻ തന്നെയാണ്. അതെ, വിപിൻ ചേട്ടൻ ഇത് തിരക്കഥ പറയുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് മൊത്തം കണക്ട് ആയിട്ടില്ല. എന്തൊക്കെയൊക്കെയോ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി. സത്യത്തിൽ 1 ലൈൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിരുന്നില്ല. അല്ല, അത് വിപിൻ ചേട്ടൻ എനിക്ക് തിരിച്ചും മറിച്ചും 1 ലൈൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ച് വിപിൻ ചേട്ടൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന പോലെ അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ പോയി വായിക്കൂ, ഞാൻ ചോദ്യം ചോദിക്കുകയെന്ന്, എനിക്കതിന് മനസ്സിലായെന്ന് അറിയണ്ടേ എന്നുള്ള പോലെ. അങ്ങനെയുള്ള സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ വിപിൻ ചേട്ടൻ്റെ ബ്രെയിൻ ബേബിയാണ്. വിപിൻ ചേട്ടൻ്റെ എഫേർട്ടാണ് ഇതിൽ എന്താ പറയുക, ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഒക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വിപിൻ ചേട്ടൻ്റെ അത്രയും വലിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും അത്ര കൂളായിട്ടുള്ള ഒരു ഡയറക്ടറാണ് വിപിൻ ചേട്ടൻ. ഇപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നതിന് വേറെ കുഴപ്പമില്ല, ഈ മോണോ ആക്ട് ആയാലും നാടകമായാലും തിയേറ്റർ വർക്കുകളായാലും ഇപ്പോൾ ചെയ്ത ഈ സിനിമയിലെ റോളായാലും ഏകദേശം ഒരു സ്ഥിരം പാറ്റേണിൽ പോകുന്ന ഒരു റോളുകൾ ആണോ എന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ പൂമരത്തിൽ ചെയ്ത റോൾ അങ്ങനെയല്ല. ഇപ്പോൾ വിക്ടോറിയയിൽ ഞാനൊരു 2 സിനിമകൾ ഇനി വരാനുണ്ട്, രണ്ടും KSFDCയുടെ സിനിമകളാണ്. അതിൽ വിക്ടോറിയയിൽ ചെയ്തിട്ടുള്ള സിനിമ അങ്ങനെ ഒരു സിനിമയല്ല, അങ്ങനെ ഒരു റോളല്ല. വേറൊരു സിനിമ വരാനുള്ളത് അരികു എന്ന് പറഞ്ഞാൽ അതൊരു പീരിയഡ് ഡ്രാമയാണ്. പിന്നെ അത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, പീരിയഡ് ഡ്രാമയാണ്, നമുക്ക് അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അതിൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം നോക്കില്ല, നമുക്കെന്തെങ്കിലും ചെയ്യാൻ ഉള്ളൊരു സ്പേസാണ് അത്. ഉറപ്പായിട്ടും വിപിൻ ചേട്ടനെ പോലെയുള്ളൊരു ഡയറക്ടറുടെ കൂടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ഞാൻ ഓർക്കുകയാണ്, ഷൈൻ സാർ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നീ ധൈര്യമായിട്ട് ചെയ്തോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് സാറാണ് ഇനീഷ്യലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സിനിമ കണ്ടിട്ടും സാറ് വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സാർ എപ്പോഴും വളരെ വലിയൊരു സപ്പോർട്ടിങ് ഒരു എന്താ പറയുക, ഒരു ഇമേജ് തന്നെയാണ്. ഇപ്പോൾ ശ്രീഷ്മയുടെ വീട് കൊടകരയിലാണെങ്കിലും ചാലക്കുടിയിലാണ് വളർന്നതും എല്ലാം ചെയ്തും. ഈ ചാലക്കുടി ബന്ധത്തെ പറ്റി ഒന്ന് പറയാം. എങ്ങനെയാണ് ഈ ചാലക്കുടിയിലുള്ള, ഇപ്പോൾ ചാലക്കുടിയിൽ കുറേ കലാകാരന്മാരുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ചാലക്കുടിയിലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ ചാലക്കുടിക്കാരി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീഷ്മയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ചാലക്കുടി ബന്ധത്തെ പറ്റി എന്ന് പറയാമോ? ചാലക്കുടി എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അമ്മ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനാണല്ലോ. അച്ഛൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചാലക്കുടിയിലാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചൊരു 3-4 വർഷമാണ്, 3-4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ, കൊടകരയിലെ വീട്ടിൽ. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ബാക്കി ഞാൻ പഠിച്ചതും സ്കൂൾ പഠിച്ചതൊക്കെ എറണാകുളത്താണ്. 6 to
12th എറണാകുളത്തായിരുന്നു, മനസ്സിലാണ് പഠിച്ച ഡിഗ്രി. അപ്പോൾ ചാലക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ 2019 പ്രളയത്തിന്റെ സമയത്ത് റെഫ്യൂജി ആയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോണേ. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടെയല്ല, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞാൻ വീട്ടിൽ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എനിക്കിവിടെ അമ്മമ്മയുടെ കൂടെ മാമൻ, എൻ്റെ കസിൻസ്, അങ്ങനെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ശീലമില്ല. അപ്പോൾ അച്ഛനും അമ്മയിലും ഫോൺ വിളിച്ച് സംസാരിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ മാനസികമായിട്ട് അടുപ്പുള്ളത് ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രളയത്തിൻ്റെ ഒക്കെ ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലൊരു എൻ്റേതായിട്ടുള്ള സ്പേസ്, എൻ്റെ നാട്ടിലും. ഞാൻ ഔട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടെ എൻ്റെ ഡാൻസ് സ്കൂളുണ്ട്. ഡാൻസ് സ്കൂളിന് ശേഷമാണ് കുറച്ചും കൂടി ആൾക്കാരൊക്കെ ആയിട്ട് അറിയുന്നതും കുറച്ചുകൂടി എൻ്റെ നാട്ടിൽ എനിക്കൊരു മാനസികമായിട്ടുള്ള അടുപ്പം ഇപ്പോൾ എനിക്കുണ്ട്. ചാലക്കുടി പോലെ തന്നെ എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ വീടുള്ള സ്ഥലവും. ഈ അഭിനയത്തിൽ ഏറ്റവും നമ്മൾക്ക് ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഈ മറ്റ് നേരത്തെ പറഞ്ഞ ഷൈൻ ചേട്ടനും ബിബിൻ ചേട്ടനും അല്ലാതെ ഏതെങ്കിലും ആക്ടറോ ആക്ട്രസ്സോ അല്ലെങ്കിൽ അവരുടെ അഭിനയങ്ങളോ സിനിമകളോ അങ്ങനെ ഏതെങ്കിലും പ്രചോദനമായിട്ട് അങ്ങനെ? ഒരുപാട് പേരുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ പേരെടുത്ത് പറയാൻ സത്യത്തിൽ ഓർമ്മ വരുന്നില്ല. ഒരുപാട് പേരുണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഉള്ളൊഴുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ സിനിമയുടെ ഉള്ള സമയത്തിൻ്റെ ഇരട്ടി സമയം കൊണ്ടാണ് കണ്ടത്. എനിക്കതൊരു എന്താ പറയുക, ഒരു പഠിക്കാനുള്ള ബുക്ക് പോലെ തോന്നി. ഞാൻ എത്രയോ തവണ അതിൻ്റെയൊക്കെ ഓരോ സീൻസും ബാക്ക് ടു ബാക്ക് കണ്ടു. എങ്ങനെയാണ് ഇവരിത് ചെയ്യണത്, ഈ സീൻസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത്, റോഷി മാമിനൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ ഓരോ സീൻസും ചെയ്യാൻ പറ്റണത് എന്നുള്ളത് എനിക്കറിയില്ല. ഇവരുടെയൊക്കെ എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടി വരും. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഇൻസ്പയർ ചെയ്യണ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു 0.5 എങ്കിലും ചെയ്യാൻ പറ്റണേ എന്നുള്ളതാണ് ആഗ്രഹം.